നമുക്കറിയാമെങ്കിലും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് പ്രൈവസിലൂടെ ഗ്രൂപ്പിലും കൂടി ഇരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മലങ്കര സഭയുടെ ഉടുമ്പന്നൂർ ചർച്ചിലെ അല്ലെങ്കിൽ ആദ്യത്തെ പാസ്റ്ററാണ് കർത്താവിന്റെ. എനിക്ക് ഹൃദയോട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ദാസൻ. മറ്റൊന്നായിട്ടല്ല, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന സ്വത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ പല രീതിയിൽ കൊടുക്കും. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും എടുത്ത് തൃശ്ശൂരിക്ക് വിട്ട് വന്നപ്പോൾ ഞാൻ ഇച്ചിരി നനഞ്ഞാ വന്നു. പുള്ളി പറഞ്ഞു, ഇച്ചിരി പൈസ എൻ്റെ അടുത്ത് നീ മേലെ കുടയിലാണ് വന്നേക്കരുത്, കുടയ്ക്കുള്ള പൈസ പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞത് ഇന്നും കർത്താവ് എവിടെ അയച്ചാലും ആരക്കാണ്ടുപരമായി ശരീര അസ്വസ്ഥ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്തു. പ്രേമൻസിക്ക് വളരെ പ്രയോജനമായി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കും കർത്തദാസൻ. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമുണ്ട്. 2 മക്കളും വിവാഹിതരാണ്. അവരെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. അപ്പനെയും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഞങ്ങൾ വിളിക്കുന്നെങ്കിൽ ഇപ്പം പാസ്റ്റർ പേരിട്ടത് കാലേവൻ, ശരിയാണ്, അബീത്ത് പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്കറിയാമല്ലോ വളരെ പ്രയോജനപ്പെടുന്ന, കാരണം ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട്, പ്രായം കൊണ്ടൊക്കെ വളരെ മുമ്പിലേക്ക് ആണെങ്കിലും ആത്മീയത്തിന് വളരെ മുമ്പിലാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ ഓടിയെത്തുന്ന ദൈവദാസൻ. ഇപ്പോൾ പാർട്ടിക്ക് സഹജമായ ക്ഷീണം ഉണ്ടെന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ഇനിയും ഒരു ഓട്ടോടെ ഓടാൻ തയ്യാറുണ്ടെന്നോ പറഞ്ഞാൽ ദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഞങ്ങൾ കൊച്ചുബാബു എന്നാണ് വിളിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് പൊക്കമില്ലാത്തതുകൊണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചു പോകുന്ന വഴിക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെക്കാളും മുകളിൽ കയറണമെന്ന് അറിയാനായിട്ടാണ്. പക്ഷേ 58കാരനായ യുവാവാണ്. പിള്ളേരുടെ കൂടെയാണ് കൂടുതൽ പ്രവർത്തനം. ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും സേപ്പാനോസിനെ പോലെ കർത്താവിനെ വേല ചെയ്ത് ഇപ്പോൾ നല്ല മലങ്കര സഭയിൽ ഏറ്റവും നല്ലൊരു ചർച്ച ശുശ്രൂഷിക്കുന്നു. കർത്താവ് വളർത്തി മക്കള് നല്ല ആത്മീയരായിട്ട് വളർന്നു വരുന്നു. അവർ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുന്നു. മറ്റു ദൈവദാസന്മാർക്ക് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി മറ്റുള്ളവർ വളർത്തിയെടുക്കുവാൻ വളരെ ഉത്സാഹത്തോടെ അതുകൊണ്ട് ഇതാണ് അനുസരിച്ച് നടത്തിയെങ്കിലും ഞാൻ പറയട്ടെ, അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കരിമ്പാറ എന്ന സ്ഥലത്തെ സ്വദേശിയാണ്. ഇപ്പോൾ പല സഭകളും ശുശ്രൂഷിച്ചതിന് ശേഷമായിട്ട് ഇപ്പോൾ കാഞ്ഞിരപ്പുഴയിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല സഭയിൽ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 2 പെൺമക്കളാണുള്ളത്. അവരെ കുടുംബമായിട്ട് കർത്താവിന് വേല ചെയ്യുന്നു. അദ്ദേഹം നല്ലൊരു ഗായകനാണ്, നല്ലൊരു പ്രഭാഷകനാണ്. അപ്പം തന്നെ പ്രഭാതത്തിൽ അദ്ദേഹം വചനം സന്ദേശം പ്രഭാതമൻ എന്ന രീതിയിൽ ഒരു ഷോർട്ട് മെസ്സേജ് എല്ലാ ദിവസവും അയക്കുന്നുണ്ട്. നല്ല രീതിയിൽ കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ ദാസനോട്ട് ഞാൻ അഭിമാനിക്കും. ദൈവം എൻ്റെ ദാസനെ മാനിക്കട്ടെ. അടുത്തത് പ്രമോദ് പാസ്റ്റർ. ഇദ്ദേഹം എൻ്റെ മകനും കൂടിയാണ്. ഞാനിപ്പോൾ ഊഞ്ഞാപ്പാറ മലങ്കര ചർച്ചിൽ ചേർന്ന് ഇവിടെ നിൽക്കും നല്ല കിട്ടും. ഊഞ്ഞാപ്പാറ മലങ്കര ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. കണ്ണൂർ സ്വദേശിയാണ്. താൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. തൻ്റെ ഒരു സഹോദരൻ RSSൻ്റെ ഒരു വലിയ നേതാവാണ്. ഒരു സഹോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവാണ്. ആ പശ്ചാത്തലം വളർന്നു വന്നത് താൻ മഹാരാഷ്ട്രയിൽ വെച്ച് കർത്താവിനെ കണ്ടു. ഒരു എന്ന് പറഞ്ഞാൽ TV യിൽ കണ്ടപ്പോൾ, മശിഹാ ചരിത്രം കണ്ടപ്പോൾ ഇങ്ങനൊരു ദൈവമുണ്ടോ, അങ്ങനെ ചിന്തിച്ച് സായി ഭക്തനായിരുന്ന അമൃതാനന്ദമയിയുടെ ഭക്തനായിരുന്ന ആളെ കർത്താവിന്റെ ഭക്തനാക്കി തീർക്കാൻ പാട്ടുകാരനും അതുപോലെ പശ്ചോത്തും മറ്റു കാര്യത്തിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ദാസനാണ്. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇദ്ദേഹം ബിജിപാസ്. ഇദ്ദേഹം തൃശ്ശൂർ ജില്ല മരോട്ടിച്ചാല് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാര് നോർത്ത് ഇന്ത്യൻ പ്രവർത്തകരാണ്. നിങ്ങൾ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു എൽദോ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനാണ്. നമുക്ക് അഭിമാനമായി നോർത്ത് ഇന്ത്യൻ മിഷണറിമാർക്ക് ഏറ്റവും പ്രചോദനമായി അനേക 100 ആളുകളെ രക്ഷയിലേക്കും സ്നാനത്തിലേക്ക് വഴി നടത്തിയ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. ഇവര് 4 സഹോദരന്മാരുള്ളത്. 4 പേര് സുവിശേഷകരാണ്. ഒരാൾ വീട്ടിൽ ജോലിയോടുകൂടെ കുടുംബവേലയോടുകൂടെ കർത്താവിന്റെ വേലയ്ക്ക് സഹായിക്കും. മൂത്ത ജ്യേഷ്ഠൻ. ബാക്കി 3 പേര് കർത്താവിന്റെ വേലയിൽ. ഇദ്ദേഹം ഇപ്പോൾ എന്താ പറയാ, അദ്ദേഹം സാക്ഷി വൈകിട്ട് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കിട്ടും. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായി ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോകും. താനിപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുന്ന തൊടുപുഴ സഭയിലാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ലീഡ് ചെയ്യാനും വചനം തീക്കട്ട തന്നെയാണ്. രാത്രി നിങ്ങൾക്ക് അദ്ദേഹം അനുസരിച്ച് അനുഭവിക്കാൻ കഴിയും.
മറ്റൊന്ന് ജോബ്. ഞാൻ സ്ഥാനപ്പെടുത്തിയ എൻ്റെ സ്നേഹിതന്റെ മകൻ കുര്യാക്കോസ് പാസ്റ്ററുടെ മകനാണ് ജോബ്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, അവൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു വാഹനമൊക്കെ ഓടിക്കുകയും അതുപോലെ ഞങ്ങൾക്കൊക്കെ സഹായിയായിട്ട് കർത്താവ് വേല ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മരണകരമായ രോഗത്തിലേക്ക് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു 10% മാത്രമേ ഹാർട്ട് പൾസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. യോർദാന്റെ തീരം വരെ എത്തി. എങ്കിലും കർത്താവ് കരുണ കാണിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തനായ പിതാവിനോട് കരുണ കാണിച്ച് നമുക്കാർക്കും ദുഃഖത്തിന് ദുഃഖം വരാതിരിക്കട്ടെ കർത്താവ് പ്രവർത്തിച്ചു. ഇപ്പോൾ പൂർണ്ണസമയം കർത്താവിന്റെ വേല ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങളോടൊപ്പം ഓടി നടക്കുന്നു. ഒപ്പം തന്റെ ആവശ്യത്തിന് വേണ്ടി താൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വണ്ടികളിലൊക്കെ കാര്യങ്ങൾ പോവുകയും ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുകയും ചെയ്യുന്നു. ഭാര്യയുടെ അനു, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ജോബിന്റെ ജ്യേഷ്ഠനാണ് ടൈറ്റസ് കുര്യാക്കോസ്, അതായത് കുര്യാക്കോസ് പാസ്റ്ററുടെ മകനാണ് അദ്ദേഹവും. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും നല്ല ഗായകരാണ്. വിവാഹ ശുശ്രൂഷകളിലും കൺവെൻഷനിലും ഒക്കെ പാട്ടുകൾ പാടാനും അതുപോലെ പരിശോധനയൊക്കെ പാടാനൊക്കെ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി നമ്മുടെ DHS സെന്ററിന്റെ ഉത്തരവാദിത്വമാണ് താൻ വഹിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അവരെ കെയർ ചെയ്യുക, അവർ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് തനിക്ക് ഇത് പറഞ്ഞ പോലെ പെട്ടെന്ന് രോഗമുണ്ടായി. അവരും ഈ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ തന്നെ അക്കരെ നാട്ടിലെത്തത്തക്കവണ്ണം പോയി ആ യോർദാനിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ കർത്താവ് കരുണ കാണിച്ചു. ഇപ്പോൾ അവരെ കർത്താവ് ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തു. ഈ കഴിഞ്ഞ ഒരു വർഷം അവരുടെ ജീവിതത്തിൽ വലിയ പരിശോധന നടുവിലായിരുന്നു. ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. കോതമംഗലത്താണ് കുഞ്ഞാപ്പാറ സഭയിലെ സുവിശേഷകനാണ്. ഞാൻ ഈ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, മരുമകള്, ഇപ്പോൾ ഒരു പേരക്കുട്ടി പുറത്തും ഒരു പേരക്കുട്ടി അകത്തുമായിട്ട് മരുമകള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവര് UK ആയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. ഞാൻ കുഞ്ഞാപ്പാറ സഭയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു വാക്സിനേഷന്റെ പണിയൊക്കെ ഇല്ലാതിരുന്നപ്പോൾ സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വളരെ ഞെരുക്കമുള്ള സഭയാണ്. അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം എടുത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ 10 സെന്റ് സ്ഥലത്തിന്റെ പട്ടയക്കള നിലകൊടുത്തു. പക്ഷേ ഇത് കിട്ടുന്നതിന് പണയം വെച്ചിട്ട് വാക്സിനേജ് കൊണ്ടുവന്നു. ആളുകളൊക്കെ പറഞ്ഞു, അയ്യോ അത് കൊടുത്തവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ പാസ്റ്റർക്കല്ല കൊടുത്തു, സഭയ്ക്കാണ് തോന്നുന്നു. കർത്താവിനാണ്, സഭയ്ക്കാന്നല്ല കർത്താവിനാണ് തോന്നുന്നു. ഏതൊക്കെയായാലും അത് അനേകരെ കണ്ണു തുറക്കാൻ ഇടയായി തോന്നുന്നു. പിന്നെ മനോഹരമായ ഒരു വാക്സിനേജ് പണി കർത്താവ് ഇടയായി തോന്നുന്നു. ഞാൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ പട്ടയക്കളത്തിൽ തിരിച്ചു കൊടുക്കാൻ കർത്താവ് എന്നെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം അനുഗ്രഹിക്കുന്ന സുവിശേഷകനായിരിക്കുന്നു. ഇപ്പോൾ ഇഞ്ചത്തൊട്ടി സഭയിലെ കർത്താവിന്റെ വേല രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കുരിക്കാൽ സ്വദേശിയാണ്. താൻ ആദ്യം പറയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ ഒരു വളർത്തുമകളെ രാധിക എന്നാണ് പേര്. ആരും പെണ്ണു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു പെണ്ണു കൊടുത്തത്. കാരണം അവളോട് കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വളരെ ഇന്നുവരെ സംഭവം ആള് ശുദ്ധനാ. പണ്ട് കത്തിയും വടിയും കോടതിയായിട്ട് നടന്നവരാണെങ്കിലും ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതാണ്. മാനസാന്തരം ശരിക്കും മാനസാന്തരപ്പെട്ട ആളാണ് നോക്കുന്നത്. അവൾ എന്നോട് പറഞ്ഞു, അപ്പനോടും ചേട്ടായും ആനയോടും മാത്രം പറയാൻ മതി, ഞാൻ കല്യാണം സംബന്ധിച്ചോളാം. ഇന്നുവരെ അവരറിഞ്ഞിട്ടില്ല ഈ പുള്ളിക്ക് കേസുണ്ടെന്നുള്ള കാര്യം. പക്ഷെ എന്നാലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആൺമക്കളെ, മനശ്ശയും എബ്രയും എന്ന 2 മക്കളെ യോസഫിന് കൊടുത്തിട്ടുണ്ട്. അവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മാനിക്കട്ടെ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പോൾ ജോസഫ് എന്നാണ്. വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഈ സാക്ഷി നിങ്ങൾക്ക് കൂടുതലായിട്ട് കേൾക്കുവാനായിട്ട് അവസരമുണ്ട്. ദൈവം സഹായിക്കട്ടെ. തന്റെ ഭാര്യ സേനാപതി സഭയിലെ അംഗമാണ് ഷിജി. അവർക്ക് 2 മക്കളെ കർത്താവ് ദാനമായി ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലായിരുന്ന വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിന്റെ വേല അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ താമസിച്ചുകൊണ്ട് ഓഫീസ് അസിസ്റ്റന്റായിട്ട് ശുശ്രൂഷിക്കുകയും നമ്മുടെ മാറിയ സഭയിലെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹവും നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, ഒക്കെ ഉണ്ട്. കർത്താവ് ഒത്തിരി ശുശ്രൂഷകൾ കലാപരമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പുറകിൽ ഒരു ഇവിടുത്തെ ജാമാതാവ് ഇരിപ്പുണ്ട്, ജോയാക്കി. അദ്ദേഹത്തെ നാലാകാന്തർക്ക് നല്ല പരിചയമുണ്ട്. ഇടുക്കി മേഖലയ്ക്കൊക്കെ ഒത്തിരി പരിചയമാണ്. കാരണം ദൈവം ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് കുമളിയിലൊക്കെ സഭ സ്ഥാപിതമാക്കുവാൻ തക്കവണ്ണം ദൈവമായിരുന്നു എനിക്ക് വളരെ സഹായമായി നിന്നത്. തന്നെയല്ല, മലങ്കര സഭയ്ക്ക് തന്നെ പ്രാരംഭം കുറിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട കർത്തൃദാസൻ. ഇടമറങ്ങ ഫെലോഷിപ്പിൽ നിന്നാണ് ആ കൂട്ടായ്മ ആരംഭിച്ചത്. ഇടമറങ്ങില് ഉടുമ്പന്നൂരാണ് ഒരു സുവിശേഷാലയം ഉള്ളത്.
ആ സുവിശേഷാലയത്തിലെ പ്രാർത്ഥനാ വീരന്മാരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. ആ പ്രാർത്ഥനയിൽ നിന്നാണ് ഇടവക ഫെലോഷിപ്പ് ആരംഭിച്ചത്. അതിൽ നിന്നാണ് സെന്റ് പോൾസ് ഫെലോഷിപ്പിലേക്ക് മാറ്റം വന്നത്. അവിടെ നിന്നാണ് മലങ്കര ചർച്ച ആരംഭിച്ചത്. സാജുവിനൊക്കെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, തുടക്കം ഇവിടുന്നല്ല, തുടക്കം അവിടുന്നാണ്. പ്രാർത്ഥനയുടെ ശക്തി ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 മക്കളാണ്, ഒരു മകളും ഒരു മകനുമുണ്ട്, ഭാര്യയുണ്ട്. അത് കർത്താവ് വേലയെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വണ്ണപ്പുറം സഭയിൽ ശുശ്രൂഷിക്കുന്നു. വെൺമണിയില് ഒരു പുതിയ പ്രവർത്തനവും താൻ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനവും പൂർത്തീകരിക്കുന്നതിനായിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥന ഓർപ്പിക്കുന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. തുടർന്നുള്ളത് ഞങ്ങളുടെ സഹോദരൻ, ദൈവത്തിന്റെ പിതാവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനായിരുന്നു, യാക്കോബ് പാസ്റ്ററായിരുന്നു. അദ്ദേഹം തന്റെ ശുശ്രൂഷയിൽ വെച്ച് തനിക്ക് സുഖരോഗത്താക്കാൻ ബാധ്യതരായിരുന്നു. താനൊരു എടുത്തിയാട്ടക്കാരനായിരുന്നു. പത്രോസിനെ പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാനും ചെലവാകുവാനും കടം മേടിക്കാനും ഒന്നും ഒരു മടിയുള്ള ആളായിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തെ വഴക്ക് പറയുമായിരുന്നു, പക്ഷെ അദ്ദേഹം ഒന്നും കേട്ടില്ല. അതുകൊണ്ട് മറ്റൊരു സഭയുണ്ടായി. അതിൻ്റെ ഒരു പകുതി ടൈപ്പ് ഈ മൗനം കിട്ടിയിട്ടുണ്ട്. സാക്ഷ്യം നമുക്ക് വൈകുന്നേരം കേൾക്കാൻ എന്ന് കരുതുന്നു. വിദേശത്തൊക്കെ ആയിരുന്ന സമയത്തൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി മർദ്ദനവും ഒക്കെ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിന്റെ വചനമൊക്കെ പഠിച്ച് ഇപ്പോൾ പഠനമൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് നമുക്കൊരു ചർച്ച ഉണ്ട്. അതുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നവർക്ക് അല്പം നേരത്തെ പോയാൽ ഞായറാഴ്ചയൊക്കെയാണ് ആരാധന കൂടാം, സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് നേതൃത്വം നൽകുന്നു. എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഭാര്യ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാനുള്ള ഡീസൽ അടിക്കാനും പെട്രോൾ അടിക്കാനുള്ള പൈസ പോകറ്റ് കിട്ടുന്നുണ്ട്. കിട്ടുന്ന 2 സെറ്റ് മൈക്സൊക്കെ പഠിച്ച് പരസ്യവുമാണ് തൻ്റെ നല്ല സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ദാസിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഫലനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം മനോഹരമായ ശ്രേഷ്ഠമായ അനുഗ്രഹമായ നിലയിൽ